നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കഴിഞ്ഞ ഒരു ദിവസം വന്ന ഒരു പേഷ്യൻ്റ് ചോദിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ബീജത്തിൻ്റെ സെമൻ വോളിയം, ബീജത്തിൻ്റെ അളവ് പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും അത് കുറവായിട്ട് കാണുന്നു. അപ്പം കൗണ്ട് നോക്കിയപ്പോൾ കൗണ്ട് ഒരുവിധമുണ്ട്, പക്ഷെങ്കിൽ അളവ് വോളിയം സാധാരണ നമുക്ക് നോർമൽ 2.5 ml ഒക്കെ മിനിമം വേണം. എന്നാൽ ഇതെപ്പോഴും 1.2 1 ml അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ അളവ് കുറയുന്നതിന് എന്താണ് കാരണമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയപ്പം ബാക്കി കാര്യങ്ങളെല്ലാം ഏകദേശം നോർമലാണ്, ടെസ്റ്റീസൊക്കെ നോർമലാണ്, വേറെ മറ്റ് അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണ് അളവ് കുറയുന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ച് നോക്കിയപ്പം പല കാരണങ്ങൾ കൊണ്ട് അളവ് കുറയാം. ഒന്നിൽ നമ്മൾ എടുക്കുന്ന സ്ഥലം നമുക്ക് ചിലപ്പോൾ കൺവീനിയൻ്റ് അല്ലാത്ത സ്ഥലമായിരിക്കും, തൃപ്തിയോട് എടുക്കാൻ പറ്റാത്തതായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ ഈ വോളിയം ചിലപ്പോൾ കുറഞ്ഞതായിട്ട് കാണാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 3 ദിവസത്തെ ഗ്യാപ്പ്, ഈ സെമൻ ഇജാക്കുലേഷൻ കഴിഞ്ഞാൽ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഇതിൻ്റെ വോളിയം നോക്കുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇന്ന് നോക്കിയിട്ട് വീണ്ടും ശരിയായില്ലെങ്കിൽ നാളെ നോക്കുക. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും ഇതിനെ ബാധിക്കും. അളവ് ചിലപ്പോൾ കുറഞ്ഞിരിക്കും. ചിലപ്പം എടുക്കുന്ന മൂഡ്, ചെയ്യുന്ന ആളിൻ്റെ മൂഡ് അനുസരിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമുള്ള സമയത്ത് പനിയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് പനിയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില മരുന്നുകൾ കഴിക്കുമ്പം ഇതെല്ലാം ഈ സെമൻ്റെ അളവ് കുറയ്ക്കാനുള്ള കാരണങ്ങളാണ്. അതിലെന്താണ് ഈ കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ സാധാരണയായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ ഈ മൊബൈൽ യൂസ് ചെയ്യുന്നവരെല്ലാം പാൻസിൻ്റെ പോക്കറ്റിലാണ് ഇടുന്നത്. വലിയ മൊബൈലായതുകൊണ്ട് ഷർട്ടിൻ്റെ പോക്കറ്റിൽ കൊള്ളാത്തതുകൊണ്ട് പാൻസിൻ്റെ അതിങ്ങനെ ചിലപ്പോൾ ഒരു 18 hours 16 hours ഒക്കെ ഈ പാൻറ്റിൻ്റെ പോക്കറ്റ് കിടക്കും. പക്ഷേ പാൻറ്റിൻ്റെ പോക്കറ്റ് കിടന്നാലൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ മൊബൈലിൽ കൂടുതൽ കണ്ടിന്യൂസ് റേഡിയേഷൻ ഉണ്ടാകും. ഈ റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് ഈ ടെസ്റ്റീസ്. വൃഷണത്തിൽ ഈ റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രവർത്തനം കുറയും. ആ ടിഷ്യൂ ഈ റേഡിയേഷൻ്റെ ഇഫക്റ്റ് കൊണ്ട് ടിഷ്യൂവിൻ്റെ പ്രവർത്തനം കുറയും, അതിൻ്റെ സൈസ് കുറയും. ചിലപ്പോൾ ഇതെല്ലാം പല കാരണങ്ങളിലൊന്നാണ്. ഇതിലേതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഈ ഫോണിൻ്റെ ഉപയോഗമാണ് മിസ്യൂസ് എന്ന് വേണമെങ്കിൽ അതിന് പറയാം. ഫോണിൻ്റെ ഉപയോഗമൊക്കെ ആണെങ്കിൽ അത് നമ്മൾ നിശ്ചയമായിട്ടും അത് മാറ്റിയിട്ട് പാൻറ്റിൻ്റെ പോക്കറ്റിലോ ടെസ്റ്റീസിനോട് അടുത്തുള്ള സ്ഥലത്തൊന്നും അത് വയ്ക്കാൻ പാടില്ല. അല്ലെങ്കിൽ ചിലർക്ക് വളരെ ചുരുക്കമായിട്ട് എപ്പോഴും ലാപ്ടോപ്പ് എന്ന് പറയുന്നത് മടിയിൽ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമായിട്ടാണ് പറയുന്നത്. പക്ഷേ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൽ നിന്നുള്ള റേഡിയേഷൻ നേരെ നമ്മുടെ ടെസ്റ്റീസിൻ്റെ ഭാഗത്തോട്ടാണ് ചെല്ലുന്നത്. അതുകൊണ്ട് അതും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒന്നീ ടേബിളെ വയ്ക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർ, ഈ പൊട്ടൻഷ്യൽ റിസ്ക് ഉള്ളവർ, കല്യാണം കഴിക്കാനിരിക്കുന്നവർ, കല്യാണം കഴിച്ച ഉടനെ ഉള്ള ആൾക്കാർ, മക്കളുണ്ടാകാനായിട്ട് നോക്കിയിരിക്കുന്നവർ, ഇവരൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. ഇതിലേത് കാരണമാണെന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിച്ച് അത് മാറ്റിക്കഴിഞ്ഞാൽ ഈ സെമൻ്റെ അളവ് ഒരു 3 months കഴിയുമ്പോഴത്തേക്ക് അത് കൂടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.